ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവുകയാണ്. പേജ് നമ്പർ 119 119 പേജിൽ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, സൂചകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ചോദ്യം പോലെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദ വേ ബൈ വിച്ച് സ്പേം റീച്ച് ദ ഓവിഡക്റ്റ്, അതായത് ഓവിഡക്റ്റിലേക്ക് സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം എത്തിച്ചേരുന്ന വഴികൾ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓവിഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പേരാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്നുള്ളത്. ഓക്കെ, സ്പേം ട്രാവൽസ് ത്രൂ ദ വജീന, അതായത് വജീനയിലേക്ക് പുരുഷൻ്റെ ടെസ്റ്റുകളിൽ നിന്നും എങ്ങനെയാണ് പോകുന്നത്? സ്പേം പെന്നീസ് വഴി യൂറിത്രയിലൂടെ എവിടെ ചെല്ലുന്നു? വജീനയിലേക്ക് എത്തിച്ചേരുന്നു. വജീനയിൽ നിന്നും അതെങ്ങോട്ട് പോകുന്നു? സെർവിക്സിലേക്ക് പോകുന്നു. സെർവിക്സിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? യൂട്രസിലേക്ക് പോകുന്നു. അവിടെ നിന്നും അത് ഓവിഡക്റ്റിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്ന ഒരു യൂഷ്വൽ പ്രൊസീജിയർ. ഓക്കെ, ഇനി 51ാമത്തെ ചോദ്യം. ദ പാർട്ട് വെയർ ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, ഏത് ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കുന്നത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ഫെലോപ്പിയൻ ട്യൂബ് ദാറ്റ് ലിങ്ക്സ് ആൻ ഓവറി ടു ദ യൂട്രസ്, അതായത് സാധാരണയായിട്ട് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിലാണ്. ഈ ഓവിഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ലിങ്ക്സ്, അവ കണക്ട് ചെയ്യുന്നു ഓവറിയെ യൂട്രസുമായിട്ട് അവ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ്. ഇഫ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് സക്സസ്ഫുള്ളി ട്രാവൽസ് ഡൗൺ ദ ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസ് ദ എംബ്രിയോ സ്റ്റാർട്സ് ടു ഗ്രോ. ആ ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട എഗ്ഗ് അല്ലെങ്കിൽ ബീജസംയോഗം ചെയ്യപ്പെട്ട ഓവം അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ഡം സക്സസ്ഫുള്ളി വിജയകരമായിട്ട് ട്രാവൽസ് ഡൗൺ യാത്ര ചെയ്ത് എത്തിച്ചേരണം. എവിടെ? ഫെലോപ്പിയൻ ട്യൂബിൽ നിന്നും യാത്ര ചെയ്ത് എവിടെ എത്തിച്ചേരണം? യൂട്രസിൽ എത്തിച്ചേർന്ന് അവിടെ യൂട്രസിൻ്റെ വാളിനോട് ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ എംബ്രിയോ സ്റ്റാർട്സ് ടു ഗ്രോ. ആ എംബ്രിയോക്ക് എന്ത് സംഭവിക്കും? വളർച്ച സംഭവിക്കും. ഓക്കെ, ഇനി 52ാമത്തെ ചോദ്യം. ഫോർമേഷൻ ഓഫ് സൈഗോട്ടിൻ്റെ രൂപീകരണം. ഓക്കെ, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. എ സൈഗോട്ട് ഫോംസ് വെൻ എ സ്പേം പെനട്രേറ്റ്സ് ദ ഔട്ടർ സർഫേസ് ഓഫ് ഫീമെയിൽ എഗ്, അതായത് ഒരു സൈഗോട്ട് എന്ത് ചെയ്യപ്പെടുന്നു? രൂപപ്പെടുന്നത് എപ്പോഴാണ്? വെൻ എ ഒരു സ്പേം പെനട്രേറ്റ്സ്, തുളച്ചു കയറുന്നു, ഔട്ടർ സർഫേസ് ഓഫ് ദ ഫീമെയിൽ എഗ്, അതായത് ഒരു ഫീമെയിൽ എഗ്ഗിൻ്റെ ഔട്ടർ സർഫേസ്, അതായത് പുറം കവചത്തെ തുളച്ച് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഒരു സൈഗോട്ട് രൂപപ്പെടുന്നത്. ദിസ് ജനറലി ഹാപ്പൻസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഇത് സാധാരണയായി സംഭവിക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിലാണ്. ദ സൈഗോട്ട് സ്റ്റേജ് ഈസ് വെരി ബ്രീഫ്. സൈഗോട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു കാലയളവിൽ മാത്രമുള്ളതാണ്. സൈഗോട്ട് ലാസ്റ്റ് ഓൺലി ദ ഏർലി ഡേയ്സ് ഓഫ് കൺസെപ്ഷൻ, അതായത് സൈഗോട്ട് നിലനിൽക്കുന്ന എപ്പോഴാണ്? ഓൺലി ദ ഏർലി ഡേയ്സ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമാണ് സൈഗോട്ട് നിലനിൽക്കുന്നത്. The single-celled zygote contains all the genetic information required to form a fetus. അതായത് ആ സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട്, ബീജസംയോഗം ചെയ്യപ്പെട്ട ആ എഗ് എന്ത് ചെയ്യുന്നു? കണ്ടെയ്ൻസ്, അതിന് ഉൾക്കൊള്ളുന്നു ഓൾ ദ ജനറ്റിക്കൽ ഇൻഫർമേഷൻ, എല്ലാ ജനിതകശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും, ജനിതകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റിക്വയർഡ് ടു ഫോം എ ഫീറ്റസ്, അതായത് ഒരു ഫീറ്റസ് അല്ലെങ്കിൽ ഒരു എംബ്രിയോ രൂപപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ജനിതക ഘടകങ്ങളും എന്തിലുണ്ട്? സൈഗോട്ടിൽ ഉണ്ട്. ഓക്കെ, സൈഗോട്ടിൽ നിന്നാണ് എംബ്രിയോ രൂപപ്പെടുകയും അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി 53ാമത്തെ ചോദ്യം. ഈസ് ദ സൈഗോട്ട് എ സിംഗിൾ സെൽ? ഈ സൈഗോട്ട് എന്ന് പറയുന്നത് ഏക കോശമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ സെൽ. ദ സൈഗോട്ട് ഈസ് ജസ്റ്റ് വൺ സെൽ. അതെ, നമ്മൾ മനസ്സിലാക്കുക, സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് സെൽ ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ജനറ്റിക്കൽ മെറ്റീരിയൽസ് ദ ബേബി നീഡ്സ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനിതകപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരു ബേബിയുടെ, ഒരു ശിശുവിന് ആവശ്യമായ ജനിതകപരമായ എല്ലാ ഘടകങ്ങളും സൈഗോട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 23 ക്രോമോസോംസ് ഫ്രം മദേഴ്സ് എഗ് ആൻഡ് 23 ഫ്രം ഫാദേഴ്സ് എഗ്. ഇതിനകത്ത് 23 ക്രോമോസോം മാതാവിൽ നിന്നും 23
23 ക്രോമോസോം, പിതാവിൽ നിന്നും മാതാവിൽ നിന്നും 23 ക്രോമോസോം വീതം ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഇനി 54ാമത്തെ ചോദ്യം. ഹൗ ഡസ് സൈഗോട്ട് ബിക്കം മൾട്ടി സെല്ലുലർ ബേബി? എങ്ങനെയാണ് സൈഗോട്ട് ഒരു മൾട്ടി സെല്ലുലർ ബഹുകോശ ഉള്ള കുഞ്ഞായി മാറുന്നത്, ബേബിയായി മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സൈഗോട്ട് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ദ സെല്ലുലർ ഡിഫറൻസിയേഷൻ. എന്താണ് ഈ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷനിലും അതുപോലെ തന്നെ സെല്ലുലർ ഡിഫറൻസിയേഷനിലും പോയിക്കൊണ്ട് ലീഡിങ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടി സെല്ലുലർ എംബ്രിയോ. അങ്ങനെ ഈ രണ്ട് പ്രോസസ്സുകളിലൂടെ, ഒന്ന് മിയോട്ടിക് അല്ലെങ്കിൽ മിറ്റോറ്റിക് ഡിവിഷനിലും അല്ലെങ്കിൽ സെല്ലുലർ ഡിഫറൻസിയേഷനിലൂടെയും പോയിക്കൊണ്ട് ഒരു മൾട്ടി സെല്ലുലർ എംബ്രിയോ ആയി രൂപപ്പെടുന്നു. അപ്പോൾ ഇനി ചോദിക്കുകയാണ്, എന്താണ് വാട്ട് ഈസ് മിയോട്ടിക് ഡിവിഷൻ? ഓക്കെ, മിയോട്ടിക് ഡിവിഷൻ ഈസ് എ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ. അത് ഒരു ന്യൂക്ലിയർ ഡിവിഷനിലുള്ള ന്യൂക്ലിയറിൻ്റെ വിഭജനത്തിലുള്ള ഘടകമാണ്. ഏത് തരത്തിലുള്ള സെല്ലുകൾ? യൂക്രിയോട്ടിക് സെൽ. അതായത് യൂക്രിയോട്ടിക് സെല്ലിലെ ന്യൂക്ലിയസുകളുടെ വിഭജനത്തിന് പറയുന്ന പേരാണ് മയോട്ടിക് സെൽ അല്ലെങ്കിൽ മിയോട്ടിക് സെൽസ്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുക. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പേരന്റ് സെൽ ഡിവൈഡ്സ് ടു പ്രൊഡ്യൂസ് ടു ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ്. ഇവിടെ എന്താണ് ഈ മിയോട്ടിക് ഡിവിഷനിൽ നടക്കുന്നത് അല്ലെങ്കിൽ മിറ്റോറ്റിക് ഡിവിഷനിൽ നടക്കുന്ന എന്താണ്? ഈ പേരന്റ് സെൽ ഒരുപോലെയുള്ള രണ്ട് സെല്ലുകളായിട്ട് വിഭജിക്കപ്പെടുന്നു. ഇൻ സെൽ ഡിവിഷൻ, അവിടെ നടക്കുന്ന സെൽ ഡിവിഷനിൽ ഒരുപോലെയുള്ള രണ്ട് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. മിറ്റോസിസ് റെഫേഴ്സ് ടു എക്സ്പ്ലിസിറ്റ്ലി ടു ദ പാർട്ടീഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേറ്റഡ് ജനറ്റിക് മെറ്റീരിയൽ ക്യാരീഡ് ഇൻ ദ ന്യൂക്ലിയസ്. ഈ മിറ്റോറ്റിക് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി വളരെ കൃത്യതയോടുകൂടി പ്രത്യേകമായിട്ടും ഏതിനെയാണ് പറയുന്നത്? പാർട്ടീഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേറ്റഡ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഈ മിറ്റോറ്റിക് ഡിവിഷനിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ത്, അല്ലെങ്കിൽ ഒന്ന് ഉള്ളതുപോലെ തന്നെ മറ്റൊന്നുകൂടെ രൂപപ്പെടുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കുകയാണ്. ഏതിനു വേണ്ടിയിട്ട്? ഈ ന്യൂക്ലിയസിൻ്റെ. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഇത് ഉണ്ടാകുന്നത്, അതായത് മിറ്റോറ്റിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. സെല്ലുകളുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ന്യൂക്ലിയസിനെയാണ് എന്ത് പറയുന്നത്? മിറ്റോറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി 57ാമത്തെ ചോദ്യം. ഒൺലി വൺ ഓഫ് ദ സ്പേം ദാറ്റ് റീച്ചസ് ദ ഓവം ഫ്യൂസസ് വിത്ത് ഇറ്റ്. വൈ? അവിടെ ആ കുട്ടിയുടെ ഒരു ചോദ്യമാണിത്. ഒൺലി വൺ ഓഫ് ദ, ഒരു കൊച്ചിൻ്റെ പടം തന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു സംശയമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഒൺലി വൺ ഓഫ് ദ സ്പേം ദാറ്റ് റീച്ച് ദ ഓവം. അതായത് ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു 400 മില്യൺ ആണ് എവിടേക്ക് പോകുന്നത്? ഈ വജീനയിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്, നിക്ഷേപിക്കപ്പെടുന്നത്. അവിടെ നിന്ന് 100 എണ്ണമാണ് ഫെലോപ്പിയൻ ട്യൂബ് വഴി ചെല്ലുന്നത്. ഇതിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് എന്തിലേക്ക്? ഓവവുമായിട്ട് ഫ്യൂഷൻ നടന്ന് ബീജസംയോഗം നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒൺലി വൺ ഓഫ് ദ സ്പേം ദാറ്റ് റീച്ച് ദ ഓവം ഫ്യൂസസ് വിത്ത് ദ എഗ്. ബിക്കോസ് അങ്ങനെ ഒരു ബീജം മാത്രം ഈ അണ്ഡവുമായിട്ട് ഫ്യൂഷൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഓൺലി സ്പേം സെൽ ദാറ്റ് എൻറ്റേഴ്സ് ആൻ ഓവം. അതായത് ഏറ്റവും ആദ്യം ചെല്ലുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഏത് സ്പേം സെല്ലാണോ അണ്ഡവുമായിട്ട് യോജിച്ച് അതിനകത്തേക്ക് കയറി ചേരുന്നത് ഇൻ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ്. ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പേം, അതായത് ഏറ്റവും ആദ്യം കയറി ചെല്ലുന്ന സ്പേം അണ്ഡവുമായിട്ട് യോജിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് സംതിങ് കോൾഡ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ ഈസ് ഫോം ദ സെൽ മെംബ്രൈൻ ഓഫ് ദ ഓവം. അതായത് ഈ സെൽ മെംബ്രൈൻ, അതായത് ഓവത്തിന് ചുറ്റുമുള്ള ആവരണമുണ്ടല്ലോ, അതിന് ചുറ്റും ഒരു പുതിയ ആവരണം രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ആ ആവരണത്തിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ. അതായത് ഒരു സ്പേം അല്ലെങ്കിൽ ഒരു പുരുഷ ബീജം ഒരു സ്ത്രീയുടെ അണ്ഡവുമായിട്ട് സംയോഗം നടന്ന് അത് യോജിച്ച് ഒരു ഫെർട്ടിലൈസേഷൻ നടത്തപ്പെടുമ്പോൾ തന്നെ ഒരു പുതിയ കവചം ആ അണ്ഡത്തിന് ചുറ്റും രൂപപ്പെട്ടിരിക്കും. അതിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ എന്ന് പറയുന്നത്. ദിസ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ പ്രിവെൻറ്റ്സ് എനി അതർ സ്പേം സെൽ ഫ്രം എൻ്ററിങ് ദ ഓവം. ഇങ്ങനെ ഒരു കവചം രൂപപ്പെടുന്നത് മൂലം മറ്റൊരു സെല്ലിനും അതിനകത്തേക്ക്, സ്പേമിനും ഈ എഗ്ഗിനകത്തേക്ക് കയറാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഒരേ ഒരു പുൽബീജം മാത്രം എഗ്ഗുമായിട്ട് സംയോജിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ ഒരു സ്പേം മാത്രം സംയോജിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്ര പെട്ടെന്ന് ഒരു സ്പേം ഒരു അണ്ഡവുമായിട്ട് സംയോജിക്കുന്നുവോ ആ ക്ഷണം തന്നെ പുതിയ ഒരു കവചം എഗ്ഗിന് ചുറ്റും രൂപപ്പെടുകയും
വരികയും ആ കവചത്തിൻ്റെ ഫലമായിട്ട് വേറെ വരുന്ന സ്പേമുകൾക്കൊന്നും ഉള്ളിലേക്ക് കയറാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരേ ഒരു സ്പേം മാത്രം ഇവിടെ ബീജസംയോഗത്തിൽ അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.